സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 18 വാക്യം 4. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18 അധ്യായം 4 വാക്യം നോമ്പുകാല ചിന്തകളിൽ വളരെ പ്രസക്തമാണ്. യേശു തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലാണ്. തനിക്ക് ഈ ലോകത്തിന് നൽകുവാനുള്ള സന്ദേശം അഥവാ ഉപദേശം, പ്രബോധനം, മാതൃകാജീവിതം ഇതെല്ലാം നൽകിക്കഴിഞ്ഞു. ഇനി അവസാനമായി അർപ്പിക്കുവാനുള്ളത് പിതാവ് തന്നെ ഏൽപ്പിച്ച ആ കാൽവരിയിലെ യജ്ഞമാണ് അഥവാ യാഗമാണ്. സകല മാനവ ജാതിയുടെയും പാപ പരിഹാര ബലി അർപ്പിക്കുക എന്നുള്ളതാണ് അവശേഷിക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ടാണ് യേശു കെദ്രോൻ തോട്ടിനക്കരയ്ക്ക് കടന്നു പോകുന്നത്. ആ തോട്ടിൽ സമീപമായി ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിനടുക്കൽ പലപ്പോഴും യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. യൂദ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നുവെങ്കിലും യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ, ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ ഉള്ളവനായിരുന്നു. അവൻ ഈ യേശു കൂടെ പോകുന്ന ആ തോട്ടത്തിലേക്ക് പോവുകയാണ്. അവൻ പോകുമ്പോൾ ശത്രുക്കളുമായിട്ടാണ് പോകുന്നത്. യേശുവിനെ യൂദ കാട്ടിക്കൊടുത്ത ഉടൻ യേശുവിനെ പിടിച്ച് ക്രൂശിക്കുവാൻ കൊണ്ടുപോകുവാൻ ശത്രുക്കൾ തയ്യാറായി വരികയാണ്. ഇങ്ങനെ യേശുവിനെ പിടിക്കുവാൻ കടന്നു വരുന്ന ശത്രുക്കളെ നോക്കിക്കൊണ്ടാണ് യേശു ഈ ചോദ്യം ചോദിച്ചത്: നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങൾ ആരെ തിരയുന്നു എന്നുള്ള ഈ ചോദ്യം മാനവജാതിയെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒന്നാണ്. നാം ഇന്ന് എല്ലാവരും പലവിധ തരത്തിലുള്ള തിരച്ചിലിൽ അഥവാ അന്വേഷണങ്ങളിലാണ്. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇതിൽ തെറ്റില്ല. എന്നാൽ നാം തിരയേണ്ടത് അഥവാ അന്വേഷിക്കേണ്ടത് നന്മയായിരിക്കണമെന്ന് മാത്രം. നാം നന്മയെ തിരയുന്നുവെങ്കിൽ നമുക്ക് നന്മ വരും. സദൃശവാക്യങ്ങളിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്: തിന്മയെ തിരയുന്നവന് അതുതന്നെ കിട്ടും, തിന്മയെ തിരയുന്നവന് അതുതന്നെ കിട്ടും. ഇവിടെ യേശു ചോദിക്കുന്ന ചോദ്യം: നിങ്ങൾ ആരെയാണ് തിരയുന്നത്? നാം ഇന്ന് ആരെയാണ് തിരയേണ്ടത് അഥവാ അന്വേഷിക്കേണ്ടത്? ജീവനെ നൽകുന്നവനെയോ അഥവാ ജീവനെ നശിപ്പിക്കുന്ന പിശാചിൻ്റെ ക്രിയകളെയോ? അറുപ്പാനും മുടിപ്പാനുമല്ലാതെ ശത്രു വരുന്നില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ നാം അല്പായുസുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ
നമുക്ക് ജീവനും സമൃദ്ധിയായ ജീവനും നൽകുന്ന ആ ദൈവപുത്രനെ, ആ രക്ഷകനെ, ആ യേശുവിനെ, അവനെയാണ് നാം തിരയേണ്ടത്, അവനെയാണ് നാം അന്വേഷിക്കേണ്ടത്, അവനെയാണ് നാം ആരാധിക്കേണ്ടത്. അതെ, നാം ആരെയാണ് തിരയുന്നത്? ആമേൻ, ആമേൻ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ